ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? നമുക്കുണ്ടല്ലോ ഇന്നൊരു ചെമ്മീൻ തീയൽ കണ്ടിട്ട് വരാവേ. ആദ്യം നമുക്ക് ഈ ചെമ്മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാവേ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ തീയലിനായിട്ട് ഞാനിവിടെ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് ഈ ചെമ്മീൻ്റെ ഉള്ളിൽ നാരില്ലേ അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അത്യാവശ്യം കൂടുതൽ ചുവന്നുള്ളി ഇരുന്നോട്ടെ. നമ്മൾ സവാള ചേർക്കില്ല, കുറച്ച് ചുവന്നുള്ളി അത് കുറച്ച് കൂടുതലായിക്കോട്ടെ. പിന്നെ ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു വലിയൊരു തക്കാളി, ചെറിയൊരു നാരങ്ങ വലിപ്പത്തിൽ പിഴുപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കുണ്ടല്ലോ ഈ ചെറിയ ഉള്ളിയും ഈ മുരിങ്ങക്കായും തക്കാളിയും ഒക്കെ ഒന്ന് ജസ്റ്റ് വെളിച്ചെണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് വരാവേ. തട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളിയും മുരിങ്ങക്കായും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാവേ. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ഈ എണ്ണയിൽ തന്നെ കിടന്ന് വെന്ത് പോകണ്ട, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതിയേ. ഈ ഉള്ളി ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് തക്കാളിയും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാവേ. ഇപ്പം നമ്മൾ ഉപ്പിട്ടതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 1 മിനിറ്റൊക്കെ വേവിച്ചിട്ടുള്ളൂ കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാവേ. പുളിവെള്ളത്തിൽ കിടന്നിട്ടാണ് ബാക്കി ഈ ചെമ്മീനും മുരിങ്ങയ്ക്കയും ഒക്കെ വേവേണ്ടത്. പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാവേ. പിന്നെ നമ്മൾ തീയിലൊക്കെ വെക്കുമ്പോഴത്തേക്കുവേ അത്യാവശ്യം നല്ല വിളഞ്ഞ തേങ്ങ തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാവേ. ഇപ്പോൾ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2-3 ചുവന്നുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചതും ചെറിയ 2 വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ചെറിയ 2 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു നുള്ള് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാവേ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ചൂടായിട്ടുണ്ട്, നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കേട്ടോ. ഇനി ആ പാനിൽ ഒരു ചൂടുണ്ടാവുമല്ലോ, ആ ചൂടിൽ കിടന്ന് ബാക്കി മസാലകളൊക്കെ ചൂടായിക്കോളും. തേങ്ങ നല്ല രീതിയിൽ വറുത്ത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവേ. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ തീയൽ നല്ല രീതിയിൽ തിളച്ച് വറ്റിയ എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് താളിച്ചൊഴിക്കാം കേട്ടോ. ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടായി. അതിലേക്ക് നമുക്ക് 2-3 ഉലുവയും കടുവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2-3 ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഉള്ളി ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ, അതുവരെ എണ്ണയിൽ കിടക്കട്ടെ. ഉള്ളിയുടെ കളർ മാറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താണ് അടുത്തുള്ള ബെല്ലൈക്കൺ അത് ഒട്ടും മറന്നുകൊണ്ട്. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി വരാം. എല്ലാവർക്കും ടാറ്റാ, ഹാവ് എ നൈസ് ഡേ.